ഹായ് സണ്ണി, ഓഡീഷന് തയ്യാറാണോ നീ? ഹായ് കിറ്റി. എന്തിനാണ് ഈ ജോലിയും കൂലിയില്ലാത്തവന്മാരെ കൂടെ കൂട്ടിയതാ? ജോലിയും കൂലിയില്ലാത്ത നിനക്ക സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ ഈ ഡ്രസ് ഇട്ടോണ്ട് നിനക്ക് ഇവിടെ കമ്മൽ കച്ചവടം നടത്താം. എടാ, അതൊക്കെ നിനക്ക് മാത്രമേ ചേരൂ. ഞങ്ങളൊക്കെ അമ്യൂസ്മെന്റ് പാർക്കിൽ മാത്രമേ പോവുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. ഈ മുയലിന്റെയും പുലിയുടെ ഒക്കെ മാസ്ക് വെച്ച് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ചിരിപ്പിച്ച് പൈസ ഉണ്ടാക്കാനല്ലേ? അതപ്പോ നീയാണല്ലേ? ഓ, നിങ്ങളെല്ലാരും ഒന്ന് നിർത്തുന്നുണ്ടോ? എക്സ്ക്യൂസ് മീ. ഇതാരാ? ഇത് പെട്രീഷ്യയാണ്. പെറ്റിയോട്ടോറിക്ഷയോ? കണ്ടിട്ടൊരു വണ്ടിയായിട്ട് തോന്നുന്നില്ലല്ലോ എനിക്ക്. നടക്കി കഴുതേ, അവളുടെ പേരാണ് പെട്രീഷ്യ. ഹായ് ഗായ്സ്, ആർ യു റെഡി? ഓ എന്റെ ടീമിന് വേണ്ടിയുള്ള ഓഡിഷൻ തുടങ്ങാൻ പോവാണ്. മിനി, വേഗം തുടങ്ങൂ ഡിയർ. ഷീസ് ഗുഡ്. വെരി ഗുഡ്. മൈ ജിയ, ഇനി അപ്പുറത്ത് പോയി പെർഫോം ചെയ്താൽ മതി. സണ്ണി, യു ആർ നെക്സ്റ്റ്. വൗ സണ്ണി, നീ ഞങ്ങളുടെ സ്റ്റാർ പെർഫോമർ ആകാൻ പോവാണ് ഡിയർ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ. കൊച്ചലിയ, വാ നമുക്കൂടി ഇത് ശ്രമിച്ചു നോക്കാം. വേണ്ട വേണ്ട, നമ്മൾ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. നമ്മൾ ഏറ്റവും ബെസ്റ്റ് അല്ലേ കൊച്ചലിയ? നമുക്ക് പ്രാക്ടീസിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളത്? വാ. എന്തോ പ്രശ്നമുണ്ടല്ലോ, ചുവടൊന്ന് മാറ്റി പിടിക്കും. കാണിക്കാനായിട്ട് വേറെ സ്റ്റെപ്പ് ഒന്നുമില്ലേ? അവിടെ വെച്ച് വലിയ വാശിയിൽ അങ്ങ് പറഞ്ഞു കിറ്റിയുടെ ടീം പെർഫോം ചെയ്യുമെന്ന്. എന്നിട്ട് എവിടെ കിറ്റിയുടെ ടീം? നിന്റെ കൂടെ ഞങ്ങളില്ലേ? റിജക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നാലേ ഓഡിഷനിൽ സെലക്ട് ആവുന്നാണോ? കിറ്റി, മനസ്സിൽ വിശ്വാസവും കഠിന പ്രയത്നവും ചെയ്താൽ നമുക്കെന്തും സാധ്യമാണ്. സംശയമുണ്ടോ? അതെ, ഒരുപാട് സംശയമുണ്ട് പോപ്പറ്റ്, അതും എന്റെ ടാലന്റിൽ. കിറ്റി, നമ്മളെ പെട്രീഷ്യനെ റിജക്ട് ചെയ്തത്, അല്ലാതെ സെലക്ഷൻ കമ്മിറ്റി അല്ല. അതെ, നമ്മൾ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ചിയേഴ്സ് ലീഡർ ആകാൻ സാധിക്കും. അത് നടക്കും തോന്നുന്നുണ്ടോ? ഞാൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആകും. അതെ, ഇത് മുട്ടയിടാനുള്ള കോമ്പറ്റീഷൻ അല്ല. പച്ച പെയിന്റ് അടിച്ച് പോപ്പട്ടെ, ഞാനൊരു സമയത്ത് ബെസ്റ്റ് ചെയർ ഗേൾ ആയിരുന്നു, അറിയോ നിനക്ക്? എന്താ? എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. അദ്ദേഹത്തിന്റെ മാച്ച് ഞാൻ പെർഫോം ചെയ്യായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത്. അത് കൊള്ളാലോ, അപ്പൊ ഇത് എളുപ്പമായി.
ആ, 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 ആ. ആ, ആ. പെട്രീഷ്യ, എപ്പോഴത്തെയും പോലെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. ഓ ഐ നോ സർ, ബട്ട് താങ്ക് യു. ആ നെക്സ്റ്റ് മസ്തി മിക്സ് ഗ്രൂപ്പ്. നമുക്കിപ്പോൾ സർക്കസിലെ ജോക്കർ പെർഫോമൻസ് കാണാം കൂട്ടുകാരെ. കൊള്ളാം. എന്തായാലും ഇവരുടെ ഗ്രൂപ്പിന് പേരിട്ടത് ആരാണെന്നറിയില്ല. എന്തായാലും കോമഡിയായി. കോഴിയും പൂച്ചയും പട്ടിയും മുയലും എല്ലാരും ഉണ്ടല്ലോ. ആ ആ ആ യേ വൗ, എക്സലന്റ്. ഇതുപോലൊരു പെർഫോമൻസ് ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഇപ്രാവശ്യം SPL ൽ മസ്തി മിക്സ് ഗ്രൂപ്പ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സനി. ആ സോറി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ തോറ്റതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷെ കിറ്റി ജയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കിറ്റി? അതെ, നിങ്ങൾ എല്ലാരും എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. ആ നിന്നോട് ഞാൻ ചോദ്യം ചോദിക്കാം. ഒരു വീട്ടിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പിന്നെ എന്താ? എന്താ വീട്ടിൽ നിന്ന് പുറത്തു പോയി? അപ്പൊ ഇപ്പൊ വീട്ടിലാരാ ഉള്ളേ? ആരാ ഉള്ളത്? അത് തന്നെ ഞാനും ചോദിച്ചത്. ആരാ ഉള്ളത്? ഞാൻ ഉത്തരം പറഞ്ഞതാണ്. വീട്ടിൽ ആരാ ഉള്ളത്? എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആരാ ഉള്ളതെന്ന്? ഇവൻ എന്ത് മണ്ടൻ ചോദ്യമായി ചോദിക്കുന്നേ? എന്താ ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കല്ലേ? അപ്പൊ പിന്നെ അതെങ്ങനെയാ മണ്ടൻ ചോദ്യാവുന്നേ? എന്താ പോയതെങ്കില് ആരാ വീട്ടിലുള്ളത്? ദേ പിന്നെ അത് തന്നെ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് ഉത്തരം കിട്ടില്ല എന്റെ കൊച്ചളിയാ. നീ ഇതിന്റെ പറയ എന്താണ് ഉത്തരം? എന്താന്നുള്ളത് അതിന് ഉത്തരവല്ലല്ലോ. എന്താ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കല്ലേ? ഈ റോഡരികിലെ വഴിയരികിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ചന്നം പിന്നം തുള്ളി വഴിതെറ്റി എന്നെ നിങ്ങൾ പേടിപ്പിച്ചു. അതിനെ കുറിച്ച് ഏതായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ ക്ഷമിക്കണേ അമ്മാവാ. നോക്ക് മോനെ, ഏതോ ഒരു മഹാൻ പണ്ട് പറഞ്ഞത് വളരെയധികം ശരിയാണ്. അതെന്താ പറഞ്ഞത്? അതായത് പോയി വെള്ളം കൊണ്ടുവരൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ആ മഹാന് ദാഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാനായാലും എന്താ, ദാഹിച്ചാൽ അദ്ദേഹത്തിനും വെള്ളം കുടിക്കണ്ടേ? ഒരു മിനിറ്റ്, ഇത് മുന്നു അങ്കിളല്ലേ? മുന്നേങ്ങളോ? ആ, എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പൊ കുട്ടിക്കാലത്ത് നീ ജിറാഫായിരുന്നോ? അയ്യോ സോറി, കൈ താഴ്ത്തി പറയണമെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ദാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജിറാഫിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത്. മക്കളെ, ഞാനൊരു വലിയ മരത്തിന്റെ മുകളിലത്തെ ചില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. ആ മരം ഇപ്പൊ ഒരു ജിറാഫിന്റെ കയ്യിലാണ്. എന്റെ ട്രീ ഹൗസ് അവന്റെ വലിയ കഴുത്ത് മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രീ ഹൗസിൽ കഴിയാനായിട്ട് വളരെയധികം വ്യസനവും ദുഃഖവും ക്ലേശകരവുമായി തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ജിറാഫിനോട് പോവാൻ പറയാത്തത് എന്താ? മോനെ, മങ്കി എന്നത് നോർമലി ഞാനാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനാ. സത്യത്തിൽ അവൻ അവിടെ വന്ന് കളിക്കുന്നതാണ് രസമായി തോന്നുന്നത്. ഇതിനെക്കുറിച്ച് പണ്ടേതോ ഒരു കവി എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞത്? അത് നമുക്കെല്ലാവർക്കും ഗോൾ ബസാറിൽ പോയാലോ? ഇതെന്ത് കാര്യമാ ഇത്? ആ കവിക്ക് ഓട്ടോറിക്ഷ കിട്ടാത്തതുകൊണ്ട് വഴിയിൽ നിന്നപ്പോ പറഞ്ഞതാണ്. അല്ല, കവിക്ക് എന്താ ഓട്ടോറിക്ഷയിൽ പോകാൻ പാടില്ലേ?
ഈ ജിറാഫുകള് അവരുടെ പരിധി വിട്ട് കളിക്കുകയാണ്. ഏറ്റവും വലിയ വിഷമം മറ്റൊന്നുമല്ല മോനെ, ഇവന്മാര് എന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഈ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ നിങ്ങളും കണ്ടോണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ ഏരിയയിലേക്ക് എൻട്രിയോ? അങ്ങനെ അവൻ എക്സിറ്റ് ആയി. ഡോണ്ടു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഞാൻ മാത്രമേ കളിക്കൂ, മറ്റാരെയും ഞാൻ ഇവിടെ അലോ ചെയ്യില്ല. നീ ഒറ്റയ്ക്ക് പോകല്ല ഹണി. ജിറാഫേട്ടാ, ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു ആഫ്രിക്കയിലെ പുതിയ മോഡലിലുള്ള ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതിനിപ്പോ ഞാനെന്ത് വേണം? ചേട്ടന്റെ കഴുത്തിലാണെങ്കിൽ നല്ല നീളമുള്ളതല്ലേ? ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാമോ ആ ന്യൂസ് സത്യമാണോ അതോ അല്ലയോ എന്ന്? മാപ്പ് ഇവനാ ചോദിക്കേണ്ടത്. ഇവരെ മുന്നും നിങ്ങളുടെ ട്രീ ഹൗസിനടുത്തുനിന്ന് പോകുന്നില്ല. ഇപ്പൊ ഇവന്മാരുടെ കളി കാരണം അദ്ദേഹത്തിന്റെ വീട് നശിക്കുകയാണ്. ഡോണ്ടു, ഈ മരത്തിന്റെ ചൂട്ടിൽ കളിക്കുമ്പോൾ എനിക്ക് നല്ല ഫീല് കിട്ടാറുണ്ട്. പക്ഷേ ഈ ട്രീ ഹൗസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖം തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഇനി ഞങ്ങളുടെ അനുവാദമില്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? ഡോണ്ടു, ജസ്റ്റ് ചിൽ. വാടാ കൂട്ടുകാരെ, ടിങ്കു പിങ്കു സുനിൽ. അല്ല ഇവരൊക്കെ ആരാ? എടാ, നിന്നെയൊക്കെ തന്നെയാ വിളിച്ചത്. ഇവന്മാർക്ക് തല്ലിന് നല്ല ഫീല് കൊടുക്ക്. മറ്റാർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം തല്ലാൻ. ആ? ആഹാ. ആ കൊള്ളാലോ. ഈ പുതിയ കാപ്പ് എവിടെന്നാ മേടിച്ചത്? ഇത് ക്യാപ്പല്ല, ഏതോ കിളികൾ പനമരമാണെന്ന് വിചാരിച്ചെന്റെ തല കൊണ്ട് കൂട്ടുകൂട്ടിയിരിക്കുക. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനേ ഒരു ബെസ്റ്റ് ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഇങ്ങ് താഴേക്ക് വന്നേ. ഡോണ്ടു, ജസ്റ്റ് ചിൽ. ഇനി ഒന്നും ചെയ്യരുത്. ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഇനി ഒന്നും ഇങ്ങനെ ഉണ്ടാകില്ല. കണ്ടില്ലേ, പേടിച്ചു പോയി. വലിയ പരുന്തുകൾ വരെ എന്റെ കാലിൽ വീണ് കരഞ്ഞിട്ടുണ്ട്. പിന്നെയാണോടാ നീയൊക്കെ? സംശയമുണ്ടോ? അയ്യോ, അയ്യോ. നാളെ നല്ല രസമായിരിക്കും. ഇന്നേതായാലും നമ്മൾ ഈ വീട് പൊളിച്ചിരിക്കും. എടാ, കഴുത്തിന് നീളമുള്ള ജിറാഫേ, ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ കണ്ടോ, അവനെ നല്ല ദേഷ്യം വരും. ഡോണ്ടു, ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗണിനെ കാണുന്നത്. ഇത് നിന്റെ അവസാനത്തെ കാഴ്ചയാ. മര്യാദക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ ഡോണ്ടു, ജസ്റ്റ് ചിൽ. സോനു, മോനു, സാഹിൽ, അഥവാ ഇത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ വായിൽ നിന്നും തീ വന്നേനെ. ഡോണ്ടു, ഇത് ശരിക്കും ഡ്രാഗൺ ആണ്. മുൻപെങ്കിൽ ഇത്ര ഉയരങ്ങളിൽ പിടിപാടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആഹാ കുട്ടികളെ, കന്യാ സാറേ, അങ്ങേക്ക് വേണ്ടി മാഡം പ്രാതൽ കൊടുത്ത് അയച്ചിട്ടുണ്ട്. അത് ശരി, കൊള്ളാം. കന്നാ സാറേ, സാർ എന്തിനാ അലാറം ക്ലോക്ക് സാറിന്റെ കൈ കെട്ടിയിരിക്കുന്നേ? പ്ലംബറിനെ വിളിക്കേണ്ടി വരും. സിംഗ് ബ്ലോക്കാ ഇത്. സാധാരണ ക്ലോക്ക് അല്ല, സ്പെഷ്യൽ ക്ലോക്കാ. അടിക്കാം, പക്ഷെ അത് ഇത് പറ, ഇതിനെന്താ എത്ര സ്പെഷ്യാലിറ്റി ഉള്ളത്? എന്റെ പോപ്പറ്റ് ഇത് വല്യച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് വല്യച്ഛൻ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നതാണ്.
എവിടെ ഞാനൊന്ന് കാണട്ടെ. ഒന്ന് നിക്കട്ടെ ബണ്ണി, ഇത് അപൂർവവും വിലപ്പെട്ടതുമായ വാച്ചാണ്. ഞങ്ങൾക്ക് ഒന്ന് കാണണം. ഒന്ന് നിക്കണോ അവിടെ? എന്റെ പിള്ളേരെ, ഇത് കളിപ്പാട്ടൊന്നും അല്ല. ടൈം ട്രാവലർ ഒരു പ്രത്യേക സാധനമാണ്. എന്തായാലും ഞങ്ങളും അത് കണ്ടേ മതിയാകൂ. അയ്യോ, ഒടിഞ്ഞു പോയേ. അയ്യോ, വാച്ച് ഒടിഞ്ഞു പോയോ? മീൻ വെക്കുന്ന ചട്ടിയാ പൊട്ടിയത്. വാച്ചല്ല പിള്ളേരെ, എന്റെ നടുവാ ഒടിഞ്ഞത്. നിൽക്ക്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സാറേ, സാറിന്റെ കയ്യിലെ വാച്ച് എന്തിനാ ഇങ്ങനെ മിന്നിക്കളിക്കുന്നേ? വാച്ച് ചീത്തയെന്നാ തോന്നുന്നേ. എനിക്കത് ശരിയാക്കാൻ അറിയാം. ഒന്നും ചെയ്യണ്ട പിള്ളേരെ, അബദ്ധത്തിൽ സ്വിച്ചെങ്ങാനും മാറിപ്പോയാൽ നമ്മൾ പിന്നെ വേറെ യുഗത്തിലെത്തും. വളരെ വലുതാണ്. അല്ല, ഇതാരാണ്? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ നോക്ക്. എന്റെ അമ്മോ, ഇത് മിർസ കാഫിലാണ്, 18th സെഞ്ചുറിയിലെ ഏറ്റവും വലിയ കവി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. എന്തായി ചെയ്യുന്നത്? ഈ വേഷത്തിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാ ഫാൻ തലയിലിട്ട് കൊന്നുകളയും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഫാൻ ഇല്ലല്ലോ. സംശയമുണ്ടോ? സ്റ്റൂളിൽ കയറി നിന്ന് വൃത്തിയായി തുടക്കാൻ ഫാൻ. പരിചയപ്പെടാൻ പറ്റിയില്ല. ഒന്ന് കാണെങ്കിലും ചെയ്തോട്ടെ ഞാൻ. അയ്യോ, അയാൾ ഇങ്ങോട്ടാ വരുന്നത്. ഓടിക്കോ. മഴ കാത്തു നിൽക്കുന്നതാണ് വേഴാമ്പൽ, കുളത്തിൽ വളരുന്നതാണ് അല്ലിയാമ്പൽ. കാണുന്ന പൂക്കൾക്കെല്ലാം വർണ്ണമേറെ, ദൈവത്തിന്റെ കൊട്ടാരത്തിൽ അംഗങ്ങളുമേറെ. അടിപൊളി. അയ്യോ, അല്ല, ഈ ശബ്ദം ഇത് എവിടുന്ന കേൾക്കുന്നത്? പ്രശംസ കേട്ട് കേട്ട് ശീലിച്ച് ഇപ്പൊ എന്ത് കേട്ടാലും പ്രശംസ കേൾക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കവിതയും നന്നായിട്ടുണ്ട്. ഇത് നേരെ ദർബാറിൽ അവതരിപ്പിച്ച ബാദുഷയ്ക്ക് സന്തോഷമാവും. ആ സുൽത്താൻ ദർബാറിലേക്ക് ആഗതനാവുകയാണ്. എന്നാ പിന്നെ കവിത ചൊല്ലൽ ആരംഭിക്കാം. ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് പോലും സുൽത്താന് മറ്റുള്ളവരെ കാണാൻ ഒരു മെഴുതിരിയുടെ ആവശ്യം വേണ്ടി വന്നു. കഴുതേ, ഇതിനെ ഷമായി മെഹഫിൽ എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുപോയി ആരുടെ മുന്നിൽ വെക്കുന്നോ അവരാണ് കവിത ചൊല്ലേണ്ടത്. കൂട്ടുകാരെ, അത് ആരുടെ മുമ്പിലെങ്കിലും കൊണ്ടുപോയി വെച്ചോട്ടെ. കന്നാ സാറ് കവിത ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഉടനെ പോകും. ഇവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ് പാസ്സാക്കിയേ മതിയാകൂ. ഒരു മനോഹരമായ ഗസലിന്റെ കുറച്ച് വരികൾ കവിതയായിട്ട് ചൊല്ലാൻ ഞാൻ. അങ്ങനെയാവട്ടെ. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന പേരിട്ടിരിക്കുന്നത്. വസന്തമാണല്ലോ പൂക്കളിൽ സുഗന്ധം ചാലിച്ചിരിക്കുന്നത്. എന്തൊരു നല്ല കവിതയാണ്. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന് പേരിട്ടിരിക്കുന്നത്. വൈക്കോല് കൊടുത്തിട്ടാണല്ലോ പശു പാല് തരുന്നത്. മിക്കവാറും ഈ പരിപാടിക്ക് ശേഷം നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് ആ കഥകളൊക്കെ വെറും കെട്ടുകഥകളായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ആഹാ, കൊള്ളാം, നന്നായിരിക്കുന്നു. ആഹാ, എന്തൊരു നല്ല കവിത. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഞാൻ ഗോട്ടിയിട്ട് വയ്ക്കുമായിരുന്നു ചെപ്പിൽ. അയാളതാ ആ വിളക്ക് അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ അടുത്തതായി ഇവിടേക്ക് വരവേൽക്കുകയാണ്. ഇനി ആരെങ്കിലും വരവേൽക്കാനുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വരവേറ്റാ മതി. ഇനി ഈ വിളക്ക് നേരെ ഖന്നാ സാറിന്റെ അടുത്തേക്ക് മാത്രമേ പോകൂ. ആരാണ് ഈ വിവരദോഷി? വിവരദോഷിയല്ല, ഞാൻ ഹണിയാണ്. ക്ഷമിക്കണം ഗുസൂർ, ഇതാണ് ഖന്ന. ഇദ്ദേഹം പുതിയതായി വന്നിരിക്കുന്ന കവിയാണ്. ഇദ്ദേഹത്തിന് അവസരം നൽകൂ. ഹണിയുടെ തെറ്റുകൾ ക്ഷമിച്ച് മാപ്പ് നൽകിയാലും. ശരി, ക്ഷമിച്ചിരിക്കുന്നു. അതായത് എന്റെ ഈ ദർബാറിൽ എല്ലാവർക്കും അവസരം ലഭിക്കാറുണ്ട്. പുതിയ കവിക്ക് സ്വന്തം കവിത ചൊല്ലാവുന്നതാണ്. സിംഹാസനത്തിലിരുന്ന് ഈ കൊട്ടാരം ഭരിക്കുന്ന താങ്കളെ ഷഹൻഷാ എന്ന് വിളിക്കും. കവിത ചൊല്ലാൻ പോകുന്ന കവിയെ തീർച്ചയായും ഖന്ന എന്ന് വിളിക്കും. അടികൈ. ഇപ്പോ കേട്ട കവിതയ്ക്ക് ഗുണമില്ല. ഇതിനെ കവിത എന്ന് പറയാനാവില്ല. കലയെ അപമാനിക്കുന്നത് ശരിയല്ല. എന്താ, ശരിയല്ലേ? എന്റെ കവിതകൾ ദേ ഈ കൊട്ടാരത്തിൽ മുഴുവൻ പാട്ടായി. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ആദ്യ കവിതയിൽ തന്നെ എല്ലാവരും ഫ്ലാറ്റ് ആയി. സാർ, നമ്മുടെയൊക്കെ പുക കണ്ട ഇവിടെ എണീറ്റ് പോവുള്ളൂ. സംശയമുണ്ടോ? കൊതുകിന്റെ കടി കൊണ്ടാൽ കോവറ കഴുത ഒരിക്കലും ചാകില്ല. ആഹാ, എന്താ ഒരു കവിത. കൊതുകിന്റെ കടി കൊണ്ടാൽ കോവർ കഴുത ഒരിക്കലും ചാകില്ല. കൊള്ളാം, കൊള്ളാം. കൊതുകിന്റെ കടി കൊണ്ടാൽ ഒരിക്കലും കോവറ കഴുത ചാവില്ല. ചക്കയുടെ ചെറ ഉടുപ്പിൽ വീണാൽ അതൊരിക്കലും കഴുകിയാലും പോവില്ല.
തെറ്റുപറ്റി ക്ഷമിക്കൂ സുൽത്താൻ. ഈ തൂവാല പിടിക്ക് മുഖം വൃത്തിയാക്കാൻ. ഇങ്ങനെ ഒരു അവസരത്തിലും കവിതയോ? എനിക്ക് വളരെ സന്തോഷമായി. ഇതാ എന്റെ വക ഒരു സമ്മാനം. കന്നാ സാറേ, ഓടിക്കോ. അല്ല, നമ്മളെന്തെങ്കിലും കിടന്ന് ഓടുന്നേ? വാച്ച് കയ്യിലുണ്ടല്ലോ, തിരിച്ചു പോവാം നമുക്ക്. ഈ കഴുതക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ ബുദ്ധി തെളിയുന്നത്. സംശയമുണ്ടോ? കന്നാ സാറേ, വേഗം വാച്ചിലെ സ്വിച്ച് അമർത്ത്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണാൻ പോകുന്നത്. നല്ല രസമായിരിക്കും. സിനിമയുടെ പേരെന്താണ്? പശുവിന്റെ ചൊറിച്ചിലും മാറും, പുറത്തിരിക്കുന്ന കക്കയുടെ വിശപ്പും തീരും. ഇതെന്ത് പേരാണ്? പേരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല പഞ്ചിങ് ഡയലോഗുള്ള സിനിമയാണിത്. നീ എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്? ആ അതെ, സിനിമയിലെ ഹീറോ നല്ല പഞ്ച് ഡയലോഗ് പറഞ്ഞു. ആ ഡയലോഗ് കേട്ട പബ്ലിക്കേ തിയേറ്ററുകാരെ ചെന്ന് നന്നായിട്ട് വളഞ്ഞു. എന്നിട്ട് 4 പഞ്ചങ്ങ് വെച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ പോപ്കോൺ എന്തിനാ പാത്രത്തിൽ കിടന്ന് ചാടുന്നതെന്ന്? കാരണം തിയേറ്ററിൽ പോപ്കോൺ ആവശ്യക്കാർ കൂടുതലാ. അതിന്റെ സന്തോഷത്തിൽ അത് തുള്ളിച്ചാടുന്നത്. നിർത്തറാ. ഈ വണ്ടി എങ്ങനെ നിർത്താനാ? സിഗ്നൽ ഗ്രീൻ അല്ലേ? സാധാരണ റെഡിൽ വരുമ്പല്ലേ നിർത്താറ്. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്റെ അനിയൻ വന്നു. ഞാൻ പറഞ്ഞു കുക്കുടൂക്കൂ. പിന്നീട് അവൻ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? അവൻ എന്നോടും കുക്കുടൂക്കൂ എന്ന് തന്നെയാ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ്. എല്ലാം വൃത്തിയാക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേരെന്താണ്? സീപ്പറെല്ലാം വൃത്തിയാക്കുന്ന ആളല്ലേ? നീയാണെങ്കിൽ ആൾക്കാരെ പറ്റിക്കുകയും ചെയ്യുന്നു. അതെ, ഞാനും ഇവരുടെ പോക്കറ്റ് ക്ലീൻ ചെയ്യല്ലേ. അപ്പൊ ഞാനും ഒരു സീപ്പർ അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്റെ പൊന്നു കൂട്ടുകാരെ? അതിരിക്കട്ടെ, ആരാണ് സാധാരണ പമ്മി വരാറ്? അയ്യോ അല്ല, ചീറ്റം. നീ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നോണ്ട് മാത്രം അതിന്റെ അവകാശം നിനക്ക് വരില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ മണ്ടന്മാരാക്കരുത്. എല്ലാ ജന്തുക്കളുടെ ശബ്ദത്തിലും എനിക്ക് അവകാശമുണ്ട്. അങ്ങനെ അവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഞാൻ ഫൈൻ വാങ്ങും. നോക്ക്, എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. കൂട്ടുകാരെ, ഇവൻ ഒരിക്കലും ശരിയാവില്ല. ഇവന്റെ കയ്യിൽ നിന്ന് റെക്കോർഡർ പിടിച്ചു വാങ്ങി ഇവനൊരു പാഠം പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അവന്റെ റെക്കോർഡർ വാങ്ങിച്ചിട്ട് വരാം. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, വേഗം മാറി നിന്നോ. അയ്യോ വേണ്ട വേണ്ട, എനിക്ക് മഴ നനയണ്ട. എടാ മര കഴുതേ, ഏപ്രിൽ മാസത്തിൽ നിന്റെ അപ്പൂപ്പ കൊണ്ടുവരുമോ മഴ? വേഗം പോയി പിടിക്കടാ അവനെ. നില്ലടാ. A for B for ബാറ്റ്. C for ഡാച്ചു ഡാച്ചു. പക്ഷേ ഇത് ഡീലല്ലേ തുടങ്ങുന്നേ? അതെനിക്കറിയാം മാഡം. പഠിത്തത്തിലാണെങ്കിലും ഞാൻ എന്റെ കഴുത്തര എങ്ങനെയാണ് മറിക്കുന്നത്? എക്സ്ക്യൂസ് മീ മാഡം, ഒരു സർവേക്ക് വേണ്ടി എല്ലാ കുട്ടികളെ കൊണ്ട് ഹലോ പറയിക്കണമായിരുന്നു. ഓഹോ, അതിനെന്താ, തീർച്ചയായും കുട്ടികളെ അങ്കിളിനോട് ഹലോ പറയൂ. ഹലോ അങ്കിൾ. അതിരിക്കട്ടെ, താങ്കൾ എന്തിനാ സർവേ ചെയ്യുന്നത്? സർവേയോ? വന്ന കാര്യം എന്തായാലും കഴിഞ്ഞു. എല്ലാവരുടെ ശബ്ദവും ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരോട് ഹലോ പറയാൻ പറഞ്ഞത്. കുട്ടികളെ, ഇനി നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പായി എന്നോട് പെർമിഷൻ വാങ്ങേണ്ടി വരും.
ആ ദാ ഇപ്പൊ നീ സംസാരിച്ചല്ലോ, ഫൈൻ എടുക്ക്. അതെ, ഞാൻ ഈ ക്ലാസ്സിലെ ഫീസിനെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നേ. മാഡം, ഫീസ് ഫീസ്. ആ ഇപ്പൊ നീ ഏതായാലും ശബ്ദിച്ചില്ലേ, ഫൈൻ എടുക്ക്. എന്തിനാ ഫൈൻ തരുന്നേ? ഞാൻ എന്റെ കൂട്ടുകാരൻ അസീസിനെ വിളിച്ചത്. എടാ അസീസേ, ഫീസ്. വീണ്ടും നീ ശബ്ദിച്ചില്ലേ, അതിലുള്ള ഫൈനാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിന്റെ കാറ്റ് പോണ ശബ്ദം അനുകരിക്കാറുണ്ട്. ഫീസ്. ഓ ഇത് വല്ലാത്ത തലവേദന ആയല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കാന്ന് വെച്ചപ്പോ ഈ പയ്യൻ എന്നെ കാര്യങ്ങൾ പറഞ്ഞ് കുഴപ്പിക്കുകയാണല്ലോ. എന്റെ അമ്മോ, നിങ്ങൾ ഇവിടെയും വന്നോ? ഇങ്ങനെ പേടിപ്പിക്കരുത്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പിലെത്തിയല്ലോ. ആദ്യം താൻ കുപ്പി തുറന്നു, അതിനുശേഷം കുപ്പിയിലുള്ള മഷി എന്റെ കയ്യിലേക്ക് ഒഴിച്ചു. ഞാൻ ആ കാക്കയിൽ നിന്നും ഫൈൻ ഈടാക്കാൻ പോവുകയായിരുന്നു. സോറി, ഈ പോപ്പട്ട് ഒരിക്കലും മര്യാദയ്ക്ക് ജോലി ചെയ്യില്ല. ഇതാ പിടിച്ചോ, ഈ പേപ്പർ കൊണ്ട് തുടച്ചോ. അത് തട്ടിപ്പറിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ടിഷ്യൂ പേപ്പർ എനിക്ക് തന്നത്? ഇത് ടിഷ്യൂ പേപ്പർ അല്ല, സീൽ പേപ്പറാ. നമ്മൾ തമ്മിൽ ഡീൽ ഉണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അല്ല, അതെന്ത് ഡീലാണത്? അതായത് നിന്റെ ശബ്ദത്തിന് ഞങ്ങൾക്കും അവകാശമുണ്ട്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിനക്ക് പണി കിട്ടും. ഒരു വാക്കിന് 12 ഇടിയാണ്, 2 വാക്കിന് ഒരിടിയേ കിട്ടുള്ളൂ. അതെന്താ 2 വാക്കിന് ഒരിടി കൊടുക്കുന്നേ? ആ ഒരു ഇടി ഇടിക്കുന്നത് ഒരു ആനയായിരിക്കും. അയ്യോ, ഇത് ചീറ്റിംഗ് ആണ്. അവൻ ദാ ഡീല് മറന്നിരിക്കുന്നു. 4 വാക്കുകൾ പറഞ്ഞു അവൻ. അടിക്കവനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഓരോ വാക്ക് കിട്ടി. അപ്പൊ എല്ലാവരുടെയും കൂടി ചേർത്ത് ഒരു 12 ഇടിയെങ്കിലും ഇടിക്കാലോ. നിങ്ങൾക്കറിയില്ല ഞാൻ ആരാണെന്ന്. 7 വാക്കുകൾ പറഞ്ഞു. ഇന്നിനിപ്പോ പാർട്ടിയാണ്. കൂട്ടുകാരെ അടിക്ക്. അടിക്കരുത്. കണ്ടിട്ട് നല്ല അടിപൊളി കാർണിവലാണെന്നാ തോന്നുന്നത്. മിറർ ഷോ, വാ ഒന്ന് കേറിയിട്ട് വരാം. അങ്ങോട്ട് നോക്കിയേ, കണ്ണാടിയിൽ എന്നെ കാണാൻ കാണ്ടാമൃഗത്തിനെ പോലെ ഉണ്ട്. അത് കാണ്ടാമൃഗം തന്നെയാ. നിന്റെ രൂപം തൊട്ടടുത്ത കണ്ണാടി കാണിക്കുന്നുണ്ട്. എന്റെ അമ്മച്ചി, എന്റെ അമ്മച്ചിയാ, ഇതെന്തുവാ? പ്രിയജനങ്ങളെ, വരുവിൻ, കാണുവിൻ. നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സമുദ്രത്തിലെ കഴിവുള്ള ഡോൾഫിൻ. ഗാഥ ചേച്ചിയുടെയും സോണിയുടെയും പെർഫോമൻസ് കാണുവാനായി നിങ്ങൾ എല്ലാവരും പൂളിലേക്ക് വരൂ. അടിപൊളി. വാ, നമുക്ക് പോയി ഡോൾഫിന്റെ പെർഫോമൻസ് കാണാം. വാ, പൂളിലേക്ക് പോവാം പെട്ടെന്ന്. വേഗം വാ. ജനങ്ങൾ പറയുന്നത് ഞാൻ ഭാരതത്തിന്റെ മീനയാണെന്നാ. എന്താ മീനയോ? ഓഹോ, മീനയല്ല ചേച്ചി, മീന. രാധ ചേച്ചി, ഇന്ന് നമ്മളെ ഒരുപാട് പേര് നോക്കാൻ വരുന്നുണ്ട്. നോക്കാനല്ല ചേച്ചി, നമ്മുടെ പെർഫോമൻസ് കാണാനാ വരുന്നേ. ഇന്ന് മിക്കവാറും നമ്മുടെ പെർഫോമൻസ് കണ്ട് കാണികളെല്ലാം കോരിത്തിരിയും. ഓഹോ, കോരി തരിയുമല്ല ചേച്ചി, കോരി തരിക്കും. എത്ര മനോഹരമായിട്ടാ നിങ്ങൾ പെർഫോം ചെയ്തത്. താങ്ക് യു. അത് ഡാങ്കി എന്നല്ല പറയാറ്, ഡോങ്കി എന്നാ പറയാറ്. അവർ താങ്ക് യു എന്ന് പറഞ്ഞെന്നാ തോന്നുന്നത്. അതെ, ഇനി ഞങ്ങളുടെ ഡോൾഫിൻസ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെറൈറ്റി പെർഫോമൻസ് അത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ റൗണ്ടിന്റെ പേരാണ് ഫയറിംഗ് എസ്കേപ്പ്. ഗാഥ ആൻഡ് സോണിയ. വിഷും
അപ്പൊ അതാ കാര്യം. ഇയാളുടെ ചതിക്കുഴിന്ന് ആ ഡോൾഫിനെ നമുക്ക് എങ്ങനെ രക്ഷിച്ചേ പറ്റൂ? തീർച്ചയായും. അത് ശരി. അപ്പൊ ഇവിടെ ഒളിച്ചോടാനുള്ള പദ്ധതി ഒരുക്കുകയാണല്ലേ? എന്റെയും എന്റെ മക്കളുടെയും അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ ഒളിച്ചോടുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചോ? മതി നിങ്ങളുടെ കള്ളത്തരവും മുതല കണ്ണീർ ഒഴുക്കലും. ഇവര് ഞങ്ങളോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞു. താൻ ഞങ്ങളെ ചതിക്കായിരുന്നു. ഞങ്ങള് പോവാണ്. അത് ശരി. അങ്ങനെ അങ്ങ് പോയാലോ? ആ വിഷും മറ്റുള്ളവരെ ഇങ്ങനെ പിടിച്ചു വെച്ച് ജോലി ചെയ്യിക്കുന്നത് തെറ്റാണ്. അവരവരുടെ വീട്ടിലേക്ക്, അതായത് കടലിൽ പോകാൻ അനുവദിക്കണം. അതെ, ഇവരെ ഞങ്ങൾ കൊണ്ടുപോകും. തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അതിന്റെ അർത്ഥം അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? ബോയ്സ് പിടിക്കവരെ. അയ്യോ, ഇവർക്ക് ഓടാൻ പോലും പറ്റുന്നില്ലല്ലോ. നമ്മൾ ഇവരെ സഹായിച്ചേ മതിയാകൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അവിടെ നിൽക്കാനാ പറഞ്ഞതാ ഡോൾഫിൻ. അയാള് നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങളെ ഏതെങ്കിലും വഴി നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങൂ. വേഗം മുകളിലേക്ക് കയറിക്കോളൂ. അയ്യോ, രക്ഷിക്കണേ. എടാ ഒന്ന് വഴിന്ന് മാറടാ. എടാ, യുവമാർ പിറകിന്ന് മാറുന്നില്ലല്ലോ. ഈ ചികിത്സമാര് പുറകെ ഉള്ളത് കാരണം നമുക്ക് മര്യാദയ്ക്കൊന്ന് നീറ്റാൻ പോലും കഴിയുന്നില്ല. നീറ്റാനല്ല ചേച്ചി, നീന്താൻ. ഇവിടെ രക്ഷപ്പെടാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി വാക്കുകളിൽ തെറ്റ് തിരുത്തി കളിക്കുകയാണോ? അതെ ചേച്ചി, അല്പം സഞ്ചോകം വേണ്ടതല്ലേ? സഞ്ചോകമല്ല ചേച്ചി, സങ്കോചം. അത് കുറച്ച് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ ഇവിടെ വിട്ടാലോ? എന്നാ പോകാം. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോയേ പറ്റൂ. ഇവിടുന്ന് കടൽ വരെ എത്തണം. ഹണി, നീയും പോപ്പട്ടും വേഗം ബാക്ക് ഗേറ്റിന്റെ അടുത്തെത്ത്. ഞാനും ജോർദാറും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കേ. വാഹണി, എന്നാ വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മരത്തലയാ, എന്റെ മുഖത്തോട്ടാണോ വെള്ളം? വേഗം ട്രക്കിലേക്ക് കയറ്. അവന്മാര് രക്ഷപ്പെട്ടല്ലോ. വേഗം വാ, അവരെ എങ്ങനെയെങ്കിലും കൈയോടെ പിടിച്ചേ പറ്റൂ. അവർ പുറകിൽ തന്നെ ഉണ്ട്. ജോർദാറെ, വേഗം ഇൻസ്പെക്ടർ പാണ്ഡയെ കടലിന്റെ അടുത്തേക്ക് വരാൻ പറ. ഓക്കേ. ഹലോ ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരൂ. ഞങ്ങൾ കടലിനടുത്ത് തന്നെ ഉണ്ട്. പൊയ്ക്കോളൂ, വേഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിങ്ങൾ എന്ത് കരുതി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത്ര പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെടാമെന്നോ? നിൽക്ക്, നിങ്ങളോട് നിൽക്കാനാ പറഞ്ഞതാ. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ആരാടാ തൊട്ട് കളിച്ചത്? അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസ്. ഇനി ഏതായാലും തന്റെ കളിയൊന്നും നടക്കില്ല ഇവിടെ. ഡോൾഫിൻ പോലുള്ള പാവപ്പെട്ട മീനുകളെ ചൂഷണം ചെയ്തതിന് നിന്നെ ഞങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. ഓക്കേ ഹണി, ആക്ഷൻ. ആദ്യം നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുക്കണം. അതിനുശേഷം നിങ്ങൾ അത് സ്റ്റവിൽ വെച്ചൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. എന്നിട്ട് അത് താഴെ ഇറക്കി വെക്കണം. ഇതാ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ വാട്ടർ റീനോ. എടാ, നിനക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? പിന്നെ എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ശകലം പാല്, പിന്നെ ഐസ്ക്രീം, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ശകലം ചീസ് എല്ലാം കൂടി ഒരുമിച്ച് ഷേക്ക് ചെയ്യണം. ഇതിലെന്താടാ ഹെൽത്തി ആയിട്ടുള്ളത്? ജിമ്മിൽ പോയിട്ട് ഷേക്ക് ചെയ്താൽ മതിയെന്ന്, അപ്പൊ ഹെൽത്തി ആവല്ലോ.
കാണിച്ച നീ വീഡിയോ എങ്ങനെ എടുത്തു നോക്കട്ടെ. അയ്യോ അമ്മേ. എന്നെ പോപ്പട്ടെ, സോറി, ഇത് ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. അയ്യോ, വീണ്ടും സോറി സോറി. എങ്ങോട്ടാ പോകുന്ന കൂട്ടുകാരാ? ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് വൃത്തിയാകാനായിട്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കുറച്ച് മഞ്ഞളും കൂടി തേച്ച് കുളിക്കേ. ഓ, നീ എന്റെ വായിന്ന് വല്ലതും കേക്കും. എടാ പൊട്ടാ, ഞാൻ കുളിക്കാൻ പോവാ. അയ്യോ എടാ പോപ്പട്ടെ, ഞാൻ നിന്നെ സഹായിക്കാം. ചില്ലി സോസ്, ഐ ഹേറ്റ് ദിസ്. മനസ്സിലായി, നിനക്ക് ടൊമാറ്റോ സോസാണ് ഇഷ്ടമല്ലേ? മര്യാദക്ക് എന്റെ അടുത്തുനിന്ന് മാറിയിരുന്നോ? സുഖമായി ഉറങ്ങണമെങ്കിൽ ഓംലെറ്റ് കഴിക്കുന്നത് വിട്ടേക്കൂ. പട്ടണത്തിലെ എല്ലാ കോഴികളും ഇന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പട്ടണത്തിലുള്ളത് മാത്രമല്ല, പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡിലും കോഴികൾ കൂടെ നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ നാട്ടുകാരോടും അവറ്റകൾ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് പോ, ബാക്കി ഇങ്ങോട്ട് പോ. പോയി എല്ലാവർക്കും പണി കൊടുക്ക. വാ, എത്രയും പെട്ടെന്ന് കുരങ്ങായേക്കാ. ഞാൻ ആടാണ്, ഞാൻ എങ്ങനെയാണ് കുരങ്ങനാവുന്നത്? നിങ്ങൾ ആരെ വേണമെങ്കിലും കോഴിയാക്കി മാറ്റുമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഇപ്പോഴത്തേക്ക് കുരങ്ങനായിക്കോ. ആയിക്കോ ആയിക്കോ, come on. നീ എത്രയും പെട്ടെന്ന് കഴുതയായി മാറ്, വേഗം. പക്ഷെ ഞാനൊരു മുയലാണല്ലോ. എടാ, നിന്റെ കുട്ടികൾ മുയലാണ്. പക്ഷെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ കോഴിയാക്കി മാറ്റുകയില്ലേ? അതുകൊണ്ട് നീ ഇപ്പൊ കഴുതയായിട്ട് മാറ്. ചേട്ടാ, ഈ പഴങ്ങളൊക്കെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഉടൻ തന്നെ കഴുതയായിട്ട് മാറടാ. അയ്യോ, എന്താടാ നീ ചെയ്യുന്നത്? നീ എന്താ കഴുതയാണോ? ചേട്ടായി, എന്നോടല്ലേ കഴുതിയായിട്ട് മാറാൻ പറഞ്ഞത്? കോഴി ആരാണെന്നും അവന്റെ ബലം എന്താണെന്നും ഇവിടെ ആർക്കും തന്നെ അറിയില്ല. നമ്മുടെ ബലം എന്താണെന്നും നമ്മുടെ ഐക്യം എന്താണെന്നും ഇവന്മാർക്ക് കാണിച്ചു കൊടുക്കണം. ആരെയും വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചിലരെ കഴുത, ചിലരെ കുരങ്ങ്, ചിലരെ കരടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോഴികൾക്ക് അഹങ്കാരമാണ്. ഗുണ്ടായിസം കാണിച്ച് മറ്റുള്ളവരെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും സംസാരിച്ചാൽ ഇടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിവരങ്ങൾ ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഇവിടെ എന്ത് ഭ്രാന്തായി നടക്കുന്നേ? എന്റെ പച്ചക്കറികളെല്ലാം നശിപ്പിച്ച് കളഞ്ഞേ. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കോഴികളെല്ലാം നശിപ്പിക്കുകയാണല്ലോ. ഇവരെ എത്രയും പെട്ടെന്ന് മര്യാദ പഠിപ്പിച്ചില്ലെങ്കിൽ എല്ലാവർക്കും 8ന്റെ പണി കിട്ടും. സംശയമുണ്ടോ? അഹങ്കാരം അവസാനിപ്പിക്കണം. പക്ഷേ എങ്ങനെ? എല്ലായിടത്തും ഇവരുടെ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? ഇവരുടെ ശ്രദ്ധ മുഴുവൻ ഒരേ സ്ഥലത്താക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദേ നോക്ക്, എല്ലാം മതിയാക്കി എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം വിട്ടോ. വേണ്ട, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഞാൻ പറഞ്ഞില്ലേ, മര്യാദക്ക് എല്ലാം നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇതൊക്കെ നിർത്ത്, എന്നിട്ട് എത്രയും വേഗം ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് സ്ഥലം വിടാൻ നോക്ക്.
ഈ പൂച്ചയും തത്തമ്മയും ഡോഗിയും പറയുന്നതൊക്കെ ഞാൻ കേൾക്കും, പക്ഷെ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതേ ഞാൻ ചെയ്യുകയുള്ളൂ. എടാ നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്, അല്ലാതെ യുവമാരൊന്ന് പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പണിയെടുക്കാൻ നോക്ക്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവന്മാര് വീണ്ടും നിൽക്കുകയാണല്ലോ, സംശയമുണ്ടോ? പോപ്പട്ടെ, ദേ ബ്ലൂ ബോട്ടിൽ ജോർദാർ ഹണി അറ്റാക്ക്, വേഗം ആവട്ടെ. പോപ്പട്ടെ, നീ ഒരു പണി കൂടെ ചെയ്യാനുണ്ട്. ഹണി സോർദാർ ചുമരിന്റെ അടുത്തേക്ക് പൊക്കോ, എങ്കിലും എല്ലാ കോഴികളും അങ്ങോട്ടേക്ക് വരൂ. എന്തുകൊണ്ടാണ് നിന്റെ വായ നീ തുറക്കാത്തത്? എല്ലാരുമോ? ഈ പൂച്ചയെയും ഡോഗിയെയും തത്തമ്മയെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. നോക്കി നിൽക്കാതെ അറ്റാക്ക്. ഐഡിയ. ഇന്ന് കോഴിയും പറക്കും. നല്ല രസമുണ്ടല്ലേ? ആടെ ഇനിയും തീർന്നിട്ടില്ല കൂട്ടുകാരെ, എന്താ വാ. എടാ, ഇവർക്കൊപ്പം കുഞ്ഞുങ്ങളുണ്ട്, ദേ നോക്ക്. ഐഡിയ കഴിച്ചോ? നമ്മൾ നന്നായിട്ട് കുടുങ്ങി. ഇവരിവിടുന്ന് നീങ്ങാൻ പോകുന്നുമില്ല. മുകളിൽ നിന്ന് അവര് പിയാനോ താഴേക്ക് എറിയാനും പോവുകയാണ്. സംശയമുണ്ടോ? എടാ, കുടുങ്ങിയത് ഞങ്ങളാണ്. പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയാലോ, പറന്നു പൊക്കോ. എന്റെ കൂട്ടുകാരാ, നിന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടുന്ന് പോവില്ലടാ. എടാ, നിങ്ങളെ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ നോക്ക് മുകളിലോട്ട്.